ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വതന്ത്രമായ രാജ്യം ആയ കാലം മുതൽ ഈ നിമിഷം വരെ നമ്മൾ പലതലത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, കാരണം നമുക്ക് കമ്പാരിസൺ അത്യാവശ്യമാണല്ലോ. കമ്പാരിസൺ ഇല്ലാതെ നമുക്ക് ഒരു ബെഞ്ച് മാർക്കോ സ്റ്റാൻഡേർഡോ നമുക്ക് വരുന്നില്ലല്ലോ. ഏത് കാര്യത്തെക്കുറിച്ചായാലും നമ്മൾ ഹെൽത്തി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. ഒരു രാജ്യത്തിനായാലും ഒരു ചെറിയ സമൂഹമായാലും വ്യക്തിക്കായാലും അല്ലെങ്കിൽ കുടുംബങ്ങളായാലും ശരി, നമുക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിലനിൽക്കുക അല്ലെങ്കിൽ ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏത് യൂണിറ്റാണ്, വ്യക്തി ഒരു യൂണിറ്റാണ്, കുടുംബം ഒരു യൂണിറ്റാണ്, സമൂഹം ഒരു യൂണിറ്റാണ്, രാജ്യം മറ്റൊരു വലിയ യൂണിറ്റാണ്. അപ്പം നമുക്ക് മറ്റൊരു രാജ്യത്തോട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. കാരണം ഒരു രാജ്യവും അങ്ങനെ വളർച്ച കൈവരിച്ചതും അല്ലെങ്കിൽ മറ്റു രാജ്യത്തോട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല. പക്ഷേ ചില ബെഞ്ച് മാർക്കുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നമുക്ക് പുലർത്തിക്കൊണ്ട് ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെയായിട്ടുള്ള വികസനം, ഗ്രോത്ത്, പ്രോഗ്രസ് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ലോകത്തിലുള്ള രാജ്യങ്ങൾ എല്ലാം, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസനം ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് ഇങ്ങനെയൊരു മാനദണ്ഡം മുന്നിൽ അവർ വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ മറ്റു പല രാജ്യങ്ങൾ നേടിയെടുത്തത് ഏത് രീതിയിലാണ്, ഏത് മെതഡാണ് അവർ ഉപയോഗിച്ചത്, ഏത് തന്ത്രമാണ് അവർ ഉപയോഗിച്ചത്, എങ്ങനെയാണ് അവർ സാമ്പത്തികമായിട്ട് വികസനം സാധ്യമാക്കിയെടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കും തീർച്ചയായിട്ടും ഒരു രാജ്യം എന്ന നിലയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അവരെ പൂർണ്ണമായിട്ടും അവരായിട്ടൊരു അൺഹെൽത്തി കോമ്പറ്റീഷൻ അത് നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇതുപോലുള്ള പല മാനദണ്ഡങ്ങൾ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഒരു രാജ്യം എന്ന രീതിയിൽ നമുക്ക് വികസനം സാധ്യമാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ചുങ്കം വളരെ ക്രമാതീതമായി കുറയ്ക്കണം. ചുങ്കം എന്ന് പറഞ്ഞാൽ ടാരിഫ്. നമ്മൾ വ്യാപാര മേഖലയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് മേലെ ഏർപ്പെടുത്തുന്ന ടാക്സ് അല്ലെങ്കിൽ നികുതി ആണ് ചുങ്കം അല്ലെങ്കിൽ തീരുവ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക, ചൈന, യൂറോപ്യൻ യൂണിയൻ ഇതുപോലുള്ള രാജ്യങ്ങളാണ്. ജപ്പാൻ, ബ്രിട്ടൻ, മിഡിൽ ഈസ്റ്റിലെ UAE അല്ലെങ്കിൽ സൗദി, ഇതുപോലുള്ള രാജ്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ട് നമ്മൾ വ്യാപാരം നടത്തുമ്പോൾ അവരിൽ നിന്നും നമ്മൾ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന പലതരത്തിലുള്ള പ്രോഡക്ട്സോ ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ അല്ലെങ്കിൽ ചുങ്കം അത് കുറച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകൂ എന്നുള്ള നിർദ്ദേശമാണ് നീതി ആയോഗിൻ്റെ മേധാവിയായിട്ടുള്ള CEO ആയിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തി, എന്താണ്, BVR സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും മോറോർലെസ് ഏറെക്കുറെ അവർ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ മേളിൽ പലതരത്തിലുള്ള ചുങ്കങ്ങൾ അല്ലെങ്കിൽ നികുതികൾ അവർ ഏർപ്പെടുത്താറുണ്ട്. ഇപ്പം നമ്മളുടെ ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രി
നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, സ്റ്റീൽ ഇൻഡസ്ട്രി വളരെയധികം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണിത്. ചൈനയിൽ നിന്നും വൻതോതിലുള്ള, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തു നിന്ന് ഒരു സാധനം നമ്മൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയിൽ നമ്മൾ സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നു. ചൈനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് ഏറ്റവും കുറച്ച് കോസ്റ്റിൽ അല്ലെങ്കിൽ ചിലവിൽ നമുക്ക് സാധനങ്ങൾ, ഈ പറഞ്ഞ ഒരു ഉൽപ്പന്നം മേടിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ അവിടുന്ന് നമ്മുടെ ഇന്ത്യയിലെ വ്യാപാര വ്യവസായ മേഖലയിലുള്ള ആൾക്കാർ ആയിരിക്കുമല്ലോ ഇവിടെ സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ വൻതോതിൽ അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് സ്റ്റീൽ ലഭ്യമായതുകൊണ്ട് വൻതോതിൽ അത് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദകരെ അത് മോശമായി ബാധിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബാധ്യതയുള്ള സമയത്ത് അത് നിലനിൽക്കുന്നൊരു സത്യമാണത്. അപ്പം ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും, പിന്നെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനുള്ള അവരൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള നമ്മൾ നേരത്തുള്ള വീഡിയോ പറഞ്ഞു. അപ്പോൾ ഈ ചുങ്കം എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമത്തുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള പല ഉൽപ്പന്നങ്ങളുടെ, ഓട്ടോമൊബൈലുണ്ട്, സ്റ്റീലുണ്ട്, നമുക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവീസ് സെക്ടറിൽ അത്രയും വരത്തില്ല. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഉൽപ്പാദന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, മൊബൈൽ ഫോൺ ഒത്തിരി ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, ഹൺഡ്രഡ്സ് ഓഫ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, ഇല്ല, കട്ടിങ് അക്രോസ് വേരിയസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടറിൽ. ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, സ്റ്റീൽ മാനുഫാക്ചറിങ് ഉണ്ട്, പിന്നെ മൊബൈൽ മാനുഫാക്ചറേഴ്സ് ഉണ്ട്, ക്ലോത്ത് ഉണ്ട്, ടെക്സ്റ്റൈൽ ഉണ്ട്. അങ്ങനെ അനവധി പിന്നെ പ്രോഡക്ട്സിൻ്റെ, ഉൽപ്പന്നങ്ങളുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വൈറ്റലായിട്ടുള്ള ചില മേഖലകളുണ്ട്. അത് ഇപ്പം സ്റ്റീല്, സിമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ അല്ലെങ്കിൽ സാമ്പത്തിക സ്റ്റെബിലിറ്റിയൊക്കെ ബാധിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റീലും സിമെൻറ്റും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു ഇറക്കുമതി അല്ലെങ്കിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖല ശക്തമാണെന്നല്ല, വ്യാപകമായി ഉണ്ടെങ്കിൽ, വിദേശ രാജ്യമായിട്ടുള്ള ചൈനയിൽ നിന്നും വൻതോതിൽ നമ്മൾ സ്റ്റീൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദനത്തെ അത് ബാധിക്കുകയും ആഭ്യന്തര വ്യവസായത്തെ അത് തകിടം മറിക്കുകയും ചെയ്യും. അത് സ്റ്റീലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് മേഖലയിലായാലും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പിന്നെ നിലപാടെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ചുങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമത്തുന്നുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഒരു റിയൽ ഇക്കണോമിക് വേൾഡിൽ, അല്ലെങ്കിൽ റിയൽ ജിയോ ഇക്കണോമിക് പൊളിറ്റിക്കൽ വേൾഡിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ അത് പൂർണ്ണമായിട്ടും അത് നിർത്തലാക്കണം, വികസിത രാജ്യമാകണം എന്നാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തോടെ, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയോടെ, അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കോണമിയിൽ നമ്മൾ തുറന്ന സമീപനം, ഒരു സുതാര്യമായിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓപ്പൺ ട്രേഡ് അല്ലെങ്കിൽ ഓപ്പൺ പോളിസി, തുറന്ന സാമ്പത്തിക സമീപനം അല്ലെങ്കിൽ നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു നയപരിപാടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കാണുന്നത്. നീതി ആയോഗ് സിഇഒ ആണ് VVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത്, ഒരു പോളിസി മേക്കിംഗ് ഫണ്ട് പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്ഥാനത്താണ് നീതി ആയോഗ് ഇപ്പം മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മീഷനെ എടുത്ത് മാറ്റുകയും നീതി ആയോഗിനെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പം നീതി ആയോഗിൻ്റെ നീതി ആയോഗ് എന്തുകൊണ്ട് അവർ പുതുതായി സൃഷ്ടിച്ചു എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ കൂടുതൽ ശക്തമാക്കുക,
സ്വകാര്യ മേഖലകൾ കൂടുതൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ഇല്ലാതാക്കിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് സ്ഥാനം അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ ഒരു ഏം, ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള നയപരിപാടികൾ ഉണ്ടാക്കിയെടുക്കുവാൻ പര്യാപ്തമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നീതി ആയോഗിനെ ഇവിടെ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുത്തത്. അത് നമ്മുടെ പഴയ പ്ലാനിംഗ് കമ്മീഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CEO ആണ് വന്നിരിക്കുന്നത്. ആഗോളതലത്തിലുള്ള നമ്മളെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യം വികസിക്കുന്നതിനും ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചുങ്കം കുറയ്ക്കേണ്ടതാണ്, ചുങ്കം കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചുങ്കം കുറയ്ക്കണം. മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള ചുങ്കം, ടാരിഫ്, ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ടാക്സ് എന്ന് നമുക്ക് പറയാം. ഇമ്പോർട്ട് ടാക്സ് ആണ് ശരിക്കും. അവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ നമ്മൾ ചുമത്തിയിട്ടുള്ള ടാക്സ്, ടാരിഫ്. ടാരിഫ് എന്നാണ് പൊതുവെയുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേർഡ്. ടാക്സ് അല്ല, ഇമ്പോർട്ട് ടാരിഫ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡ് ടാരിഫ് എന്നാണ് പറയുന്നത്. ചുങ്കം, തീരുവ, അത് കുറയ്ക്കണം. പിന്നെ വികസിത രാജ്യം, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തോട്, എന്നുവെച്ചാൽ മറ്റു രാജ്യങ്ങളോട്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളോട് നമുക്ക് തുറന്ന സമീപനം പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സ്ഥാപക ദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഈ പറഞ്ഞ CEO. അപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് നമുക്കറിയാം, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ. കാരണം ബ്രിട്ടൻ യൂറോപ്പിലാണെങ്കിലും യൂറോപ്യൻ യൂണിയനിലില്ല. ബ്രിട്ടൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യമായിട്ട് തുടരുകയാണ്. യൂറോപ്യൻ യൂണിയനില്ല. അതുകൊണ്ടാണ് ഇവിടെ UK എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനായിട്ടും UK ഒക്കെ നമ്മൾ വാണിജ്യ കരാറുകൾ, ട്രേഡ് എഗ്രിമെൻറ്റ്സ്, അത് പ്രത്യേകിച്ചും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്വതന്ത്ര വ്യാപാര കരാറുകൾ നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ച് മുമ്പോട്ട് പോയി ഒരു സുതാര്യമായിട്ടുള്ള തുറന്ന സമീപനം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൻ്റെ ഫ്ലിപ്പ് സൈഡ് അല്ലെങ്കിൽ മറു സൈഡ് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം പറയുന്നു. അപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ അല്ലെങ്കിൽ ആഗോള വിതരണ ശൃംഖലയുടെ ഒരു ഭാഗമാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഇപ്പം വെച്ചു പുലർത്തുന്ന നിയന്ത്രണങ്ങൾ, അത് ശരിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഒത്തിരി നിയമങ്ങൾ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഷായിട്ടുള്ള ലോസ് ഉണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ പറഞ്ഞ ഒത്തിരി നിയമങ്ങളെയും സംവിധാനങ്ങളെയും ഘടകങ്ങളെയും എടുത്തു മാറ്റി നിയന്ത്രണം വളരെ കുറച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഗ്ലോബൽ സപ്ലൈ ചെയിനെ വികസിപ്പിച്ചെടുക്കാനും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഉണ്ടാക്കിയെടുക്കുവാനും കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു വികസിത രാജ്യമാകുക എന്നുള്ള ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്തിൽ ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്ന സാമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, രാജ്യത്തു നിന്നും പല ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് വളരെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി PLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡി സർക്കാരിൻ്റെ ഒരു പുതിയ പിന്നെ ഒരു നയപരിപാടിയാണ്. പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, PLI സ്കീം എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവിന് മാത്രം നേട്ടമുണ്ടാകില്ല എന്നുകൊണ്ട് പറയുന്നത്. എന്നുവെച്ചാൽ മോഡി ഗവൺമെൻറ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നയപരിപാടിയാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. അപ്പോൾ ചൈന നടപ്പാക്കിയ China+1 തന്ത്രം, അത് ഇന്തോനേഷ്യ, വിയറ്റ്നാം, തുർക്കി തുടങ്ങിയ പല രാജ്യങ്ങൾക്ക് പ്രയോജനകരമായിട്ട് മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആഗോള കമ്പനികൾക്ക് വേണ്ടി China+ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം എന്താണ്. China+1 അല്ലെങ്കിൽ C+1 എന്നറിയപ്പെടുന്നു. അതൊരു ബിസിനസ് സ്ട്രാറ്റജി തന്ത്രമാണ്. ചൈനയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കി മറ്റു രാജ്യങ്ങളിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമായി ബിസിനസ് ചെയ്യാൻ സാഹചര്യങ്ങളുള്ള മറ്റു രാജ്യങ്ങളിലേക്ക്, അതായത് സ്റ്റേബിളായിട്ടുള്ള
ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, ടർക്കി, തായ്ലാൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൂടെ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് China+1 അല്ലെങ്കിൽ C+1 അല്ലെങ്കിൽ +1 എന്നുള്ള ബിസിനസ് ചൈനീസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കഴിഞ്ഞ ചൈന അവരുടെ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുത്തന്ന് മുതൽ ഇതുവരെ പാശ്ചാത്യ ആഗോള കമ്പനികൾ, അതായത് വെസ്റ്റേൺ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനീസ് ചൈനയിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവിടെ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നു, ലോ വേജസ് ഉള്ളതുകൊണ്ട് കുറഞ്ഞ ചിലവിൽ സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗത്തുള്ള കമ്പനികളെല്ലാം തന്നെ, ആഗോള കമ്പനികളെല്ലാം തന്നെ ചൈനയിൽ മാത്രമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവരുടെ രാജ്യത്തുള്ള വലിയ കൺസ്യൂമർ മാർക്കറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ തന്നെ. പക്ഷേ ചൈനയിൽ നമുക്കറിയാം ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഈ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ലോ വേജ് എന്നുള്ള ആ ഒരു ഫിനോമിന അവസരം സാഹചര്യം മാറുകയും അവിടുത്തെ ലോ പ്രൊഡക്ഷൻ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അവസ്ഥ മാറി ഉൽപ്പാദന ചെലവ് കൂടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തായ്വാൻ, സിംഗപ്പൂർ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെയാണ് China+1 സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്രയും ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം China+1 സ്ട്രാറ്റജി നടപ്പാക്കിയ ചൈന മറ്റു പല രാജ്യങ്ങൾക്കും, അതായത് ഇന്തോനേഷ്യ, വിയറ്റ്നാം, തുർക്കി ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ പ്രയോജനകരമായിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, അത് മാത്രം പോരാ. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലോബൽ അച്ചീവ്മെൻ്റ്, ആഗോള നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയും നമ്മുടെ സ്കിൽ ഓഫ് ദ പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അവരുടെ നൈപുണ്യം വികസിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ MSME, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതിന് ഇതുപോലുള്ള കമ്പനികൾ, വളരെ ചെറിയ കമ്പനികളാണെങ്കിൽ തന്നെ അത് തുടങ്ങാനുള്ള പേപ്പർ വർക്കുകൾ, കടലാസ് പണികൾ, അതായത് പ്രോസസ്സുകൾ ഒക്കെ വളരെ ദുഷ്കരമാണ്, കൂടുതലാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ആ മേഖലയെ അത് കൂടുതൽ വളരുവാൻ അനുവദിക്കുന്നില്ലെന്നും അതിനെ നശിപ്പിക്കുകയാണെന്നും ഒക്കെയാണ് ഈ CEO ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചില ഡോമിനൻ്റ് ആയിട്ടുള്ള ഏരിയസ്, ഓട്ടോമൊബൈൽ, കെമിക്കൽ, ഫുട്വെയർ, ടെക്സ്റ്റൈൽ, IT ഇതുപോലുള്ള മേഖലകളുടെ ആഗോള വിപണന ശൃംഖല, ഗ്ലോബൽ സപ്ലൈ ചെയിൻ നമുക്ക് ശക്തിപ്പെടുത്തുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും ഈ പറഞ്ഞ ആ നീതി ആയോഗിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നീതി ആയോഗ് മോഡി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചില മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് 0 നികുതി, അതായത് അമേരിക്ക നമ്മൾക്ക് മേൽ നികുതി ചുമത്തുന്ന ട്രംപ് വന്നതിന് ശേഷവും ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ സമയത്തൊക്കെ വലിയ ഭീഷണിയായിരുന്നു. അപ്പോൾ അതിന് പകരം അതിനെ മറികടക്കുവാൻ ഇന്ത്യ 0 ടാക്സ് അല്ലെങ്കിൽ ടാരിഫ് മുന്നോട്ട് വെക്കേണ്ടതെന്നും സുബ്രഹ്മണ്യം പറഞ്ഞിട്ടുണ്ട്. വാണിജ്യ കരാറുകളിൽ വിലപേശുന്നതിനേക്കാൾ നല്ലതായിരിക്കും അത് എന്ന് പറഞ്ഞാൽ ടാക്സ് കുറയ്ക്കുക. ഇവിടെ നോക്കാം എന്താണ് 0 ടാരിഫ് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത്. അതായത് US പറയുന്നത് റെസിപ്രോക്കൽ, തത്തുല്യമായിട്ടുള്ള ടാരിഫ്, നികുതി, ചുങ്കം ചുമത്തുന്നതാണ്. ഇപ്പം ഇന്ത്യ 5%, ഇപ്പം ഇന്ത്യ അമേരിക്ക എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ മേൽ 5% ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയും 5% ടാക്സ് ഏർപ്പെടുത്തും. 10% ടാക്സ് ഉണ്ടെങ്കിൽ 10% ഏർപ്പെടുത്തും. അതാണ് റെസിപ്രോക്കൽ ടാക്സ് നോക്കുന്നത്. അപ്പം അതിനെ മറികടക്കുവാൻ വേണ്ടി പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള, അതായത് ഏർപ്പെടുത്തുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യ പോലുള്ള രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ 0 ടാരിഫ് അപ്രോച്ച് ഉണ്ടാകണമെന്നുള്ളത്. അതായത് ചില അമേരിക്കൻ പ്രോഡക്ട്സിൻ്റെ മേലുള്ള ടാരിഫുകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക, അവരിൽ നിന്ന് അതേ കൺസെഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ബയലാട്രൽ ട്രേഡ് അഗ്രിമെന്റ്, ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ
മേലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അത് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഈ സീറോ ടാക്സ് എടുത്തു മാറ്റുന്നത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രാജ്യത്തിലെയും ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഉൽപ്പന്നങ്ങളെ പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നികുതി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഇദ്ദേഹം പറയുന്ന ഒരു സജഷൻ. കാർഷിക ഉൽപ്പന്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താം, കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. അപ്പം അതിനെ ഹാം ചെയ്യുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ പോളിസി ഇനിഷ്യേറ്റീവ് ഉണ്ടാകരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജപ്പാൻ, കൊറിയ, അതുപോലെ തന്നെ ആസിയൻ രാജ്യങ്ങൾ, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, തായ്വാൻ, ഇതുപോലുള്ള ഇന്തോനേഷ്യ, ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടും ഈ സീറോ തന്ത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സ്റ്റീൽ വ്യവസായത്തിലെ നികുതി സങ്കീർണതകൾ ഒഴിവാക്കാൻ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകും. അതായത് നമുക്കറിയാം, ചൈനയിൽ നിന്നുള്ള വൻതോതിലുള്ള, ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെയുള്ള സ്റ്റീലിൻ്റെ ഇറക്കുമതി ഇന്ത്യൻ ആഭ്യന്തര വ്യവസായത്തെ, ആഭ്യന്തര ഉൽപ്പാദകരെ വളരെ മോശമായി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അത് കാര്യമാത്ര പ്രസക്തമായിട്ട് ആ നിലനിൽക്കുന്ന സങ്കീർണതകളെ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ക്രിയാത്മകമായി ഇടപെടണം എന്നാണ് ഈ പറഞ്ഞ നീതി ആയോഗിൻ്റെ CEO ആയിട്ടുള്ള പിന്നെ BVR സുബ്രഹ്മണ്യം പറയുന്നത്. അപ്പം ഇത് ചില കാര്യങ്ങൾ, ചില മേഖലകളിലൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ട്രേഡ് വളരെ ഫ്രീ ട്രേഡ് ആകണം, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട്. നമ്മുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ശരിക്കും ചൈന, അമേരിക്ക, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, മിഡിൽ ഈസ്റ്റിലെ UAE, സൗദി, ഖത്തർ. എന്ന് പറഞ്ഞാൽ ഖത്തറൊക്കെ നമ്മുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ്. നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് അവരുമായിട്ടുള്ള ട്രേഡുകൾ ഇൻക്രീസ് ചെയ്യാനുള്ള. പക്ഷേ UAE, സൗദി ഇതുപോലുള്ള രാജ്യങ്ങളായിട്ട് നമുക്ക് വർദ്ധിച്ചു വരുന്നൊരു വ്യാപാരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ മേജറായിട്ടുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ സുശക്തമാക്കുകയും അത് ഒരു തുറന്ന സമീപനത്തോടുകൂടി ചുങ്കം കുറച്ച്, ടാരിഫ് കുറച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങളെ അങ്ങോട്ട് സുഗമമായിട്ട് കയറ്റി അയച്ച് അവരുടെ മാർക്കറ്റുകളെ ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ, അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ മാർക്കറ്റിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ഒന്നുകിൽ ചുങ്കമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ചുങ്കം കുറച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ മാർക്കറ്റുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നയപരിപാടികൾ മാറ്റണം എന്നാണ് ഈ പറഞ്ഞ വ്യക്തി ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ രാജ്യം വികസിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ കേട്ടിട്ട് അദ്ദേഹം പ്രോ അമേരിക്കൻ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഇതാണ് പ്രധാനപ്പെട്ടൊരു വാർത്ത നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് വീഡിയോയിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ഹാവ് എ വണ്ടർഫുൾ ഡേ.